ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ മാസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ കുറച്ച് അൽഗോരിതംസ് പഠിക്കേണ്ടതുണ്ട്. ആ അൽഗോരിതംസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യൂബിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ മുകൾക്ക് തിരിക്കുമ്പോൾ അതിനാണ് R എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അത് അടിയിലേക്ക് തിരിക്കുമ്പോൾ R' എന്നാണ് പറയുക. നമ്മൾ അടിയിലേക്ക് തിരിക്കുമ്പോൾ R' എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ഭാഗത്തെ കട്ട തിരിക്കുമ്പോൾ അത് അടിയിലേക്കാണെങ്കിൽ L എന്നും മുകളിലേക്കാണെങ്കിൽ L' എന്നുമാണ് പറയുക. അതുപോലെ തന്നെ നമ്മളുടെ മുകളിലത്തെ ഭാഗം തിരിക്കുമ്പോൾ U എന്നാണ് പറയുക. അത് ഓപ്പോസിറ്റ് തിരിക്കുമ്പോൾ U' എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മൾ അടിയത്തതിന് തിരിക്കുമ്പോൾ D എന്നും അത് ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ D' എന്നുമാണ് പറയുക. പിന്നെ ബാക്കത്തതിന് B' എന്നും അത് ഓപ്പോസിറ്റ് തിരിക്കുമ്പോൾ B എന്നുമാണ് പറയുക. അപ്പോൾ ഈ അൽഗോരിതംസ് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. ഈ അൽഗോരിതംസ് വെച്ചിട്ടാണ് നമുക്ക് ക്യൂബ് സോൾവ് പഠിക്കാനുള്ളത്. അപ്പം ഈ അൽഗോരിതംസ് എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പീസുകൾ പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് കോർണർ പീസ്. അപ്പം ഒരു ക്യൂബിൽ 8 കോർണർ പീസാണ് ഉണ്ടാവുക. പിന്നെ അടുത്തതാണ് എഡ്ജ് പീസ്. ഒരു ക്യൂബിൽ 12 എഡ്ജ് പീസാണ് ഒരു ക്യൂബിൽ ഉണ്ടാവുക. പിന്നെ അടുത്തതായിട്ടാണ് സെൻറ്റർ പീസ് ആണ് നമ്മുടെ ഒരു കളറിൻ്റെ സെൻറ്റർ. അപ്പോൾ ഞാൻ ഷഫിൾ ചെയ്യുകയാണ്. ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ആദ്യം നമുക്ക് വേണ്ടത് ഒരു സെൻറ്റർ പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ പീസ് എടുക്കാം. അപ്പോൾ എല്ലാവരും പഠിക്കുമ്പോൾ വൈറ്റ് ആണ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വൈറ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ സെൻറ്റർ പീസ് വൈറ്റുള്ളത് എടുത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് കളർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കളർ യെല്ലോ ആണ്. വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് കളർ യെല്ലോ ആണ്. അപ്പോൾ ഇനി ഈ യെല്ലോൻ്റെ ചുറ്റും നമുക്ക് വൈറ്റ് കളറ് പ്ലസ് മാതിരി കൊണ്ടുവരണം. വൈറ്റ് എഡ്ജ് പീസ് നമുക്ക് പ്ലസ് മാതിരി യെല്ലോൻ്റെ ചുറ്റും കൊണ്ടുവരണം. അതിനായി വൈറ്റ് എഡ്ജ് പീസ് എവിടെയുള്ളത് നോക്കാം. അവിടെ വൈറ്റ് എഡ്ജ് ഉണ്ട്. അപ്പോൾ ആ വൈറ്റ് എഡ്ജിനെ നമുക്ക് യെല്ലോൻ്റെ എടുത്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഓൾറെഡി അവിടെ വൈറ്റ് ഉണ്ട്. അപ്പോൾ അതവിടെ നിന്നോട്ടെ. ഇനി നമുക്ക് അടുത്ത വൈറ്റ് ഇവിടെയുണ്ട്. അത് നമുക്ക് യെല്ലോൻ്റെ ചുറ്റും കൊണ്ടുവരണം. ഇത് മൈൻഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതിന് ആൽഗോരിതംസ് ഒന്നുമില്ല. ഇനി അടുത്ത വൈറ്റ് എവിടെ നോക്കാം. ഇത് അവിടെയുണ്ട്. ഇത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് പ്ലസ്സായി കിട്ടിയിട്ടുണ്ട്. യെല്ലോൻ്റെ ചുറ്റും വൈറ്റ് പ്ലസ്സായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്ന ഈ വൈറ്റ് എഡ്ജ് പീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ കളർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഈ വൈറ്റ് എഡ്ജ് പീസിൻ്റെ ഓപ്പോസിറ്റ് കളറ് റെഡാണ്. അപ്പോൾ നമുക്ക് ഈ റെഡ് സെൻറ്റർ പീസുമായി മാച്ച് ചെയ്യണം. ഞാൻ കാണിച്ചതുപോലെ ഇതുപോലെ സെൻറ്റർ പീസ് എവിടെയുള്ളതെന്ന് നോക്കാം. സെൻറ്റർ പീസുമായി കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വൈറ്റ് എഡ്ജ് പീസ് നമ്മൾ കണക്റ്റ് ചെയ്യുക. എന്നിട്ട് 2 പ്രാവശ്യം മുകളിലോട്ട് തിരിക്കുക. അപ്പോൾ നമുക്ക് വൈറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ കണക്റ്റായി കിട്ടിയിട്ടുണ്ട്. 2 വൈറ്റ് കണക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതും അതേപോലെ ചെയ്യുക. വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് കളർ ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ച് സെൻറ്റർ പീസുമായി കണക്റ്റ് ചെയ്യുക. എന്നിട്ട് 2 പ്രാവശ്യം മുകളിലോട്ട് തിരിക്കുക.
ഇപ്പം കണക്റ്റ് ആയിട്ടുണ്ട്. വൈറ്റും കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് അതേപോലെ ചെയ്യാം. ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് കളറ് ഗ്രീനാണ്. അപ്പോൾ ഗ്രീനും മാച്ച് ചെയ്യാം. അപ്പോൾ മാച്ച് ചെയ്ത് സെൻറ്റർ പീസുമായി മാച്ച് ചെയ്തിട്ടുണ്ട്. അത് മുകളിലോട്ട് തിരിക്കുക. അപ്പം ഇതും കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വൈറ്റിൻ്റെത് ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവും കണക്റ്റ് ആക്കി നമ്മൾ ഇനി ഒരു മുകളിലോട്ട് തിരിക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ വൈറ്റ് പ്ലസ് രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കോർണർ പീസുകൾ മാച്ചാക്കുകയാണ്. അപ്പം കോർണർ പീസ് ഇത് നമ്മൾ ഈ ചെയ്ത് വെച്ച പ്ലസ് നമ്മൾ അടിയിലേക്ക് പിടിച്ചിട്ട് ഈ കോർണർ പീസിൽ എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ മുന്നിലേക്കാക്കി പിടിക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രീൻ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രീൻ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സെൻറ്റർ പീസുമായി കണക്റ്റ് ചെയ്യുക. അപ്പം ഇതിപ്പം ഇവിടെ ഓറഞ്ചാണ്, അവിടെ നമുക്ക് ഗ്രീൻ കൊണ്ടുവരണം. അപ്പം ഇതുപോലെ ഗ്രീനും മാച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ആൽഗോരിതം അപ്ലൈ ചെയ്യുക. ഇത് നമ്മുടെ മുന്നിലേക്കാക്കി പിടിക്കേണ്ടതാണ്. ഇനി ഈ ആൽഗോരിതം അപ്ലൈ ചെയ്യുക. L-U-L എന്നാണ് ഈ ആൽഗോരിതം. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ മാച്ചായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത കോർണർ പീസും നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ഇനി കോർണർ പീസുകളില്ല, അടിയിലാണ് കോർണർ പീസുകളുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് പുറത്തെടുക്കാൻ ഒരു ആൽഗോരിതം ചെയ്യാം. L-U-L അതാണ് ഇതിൻ്റെ ആൽഗോരിതം. അപ്പോൾ നമ്മൾ ഇതിനെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി വൈറ്റ് മുകളിലാണ് നിൽക്കുന്നതിന്, അപ്പോൾ ഇതിൻ്റെ ഒരു ആൽഗോരിതം ഉണ്ട്. വൈറ്റ് മുകളിൽ നിൽക്കുമ്പോൾ L-U-L ആണ് ഇതിൻ്റെ ആൽഗോരിതം. അപ്പോൾ വൈറ്റ് നമുക്ക് നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കളർ റെഡാണ്. അപ്പോൾ റെഡ് സെൻറ്റർ പീസുമായി കണക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെൻറ്റർ പീസുമായി കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആൽഗോരിതം അപ്ലൈ ചെയ്യാം. L-U-L അപ്പോൾ ഇതിൻ്റെ അടുത്ത കോർണർ പീസും അടിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ ഇതിന് ആൽഗോരിതം ചെയ്യാം. L-U-L ഇത് മറ്റേ ആദ്യം ചെയ്ത ആൽഗോരിതം ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കണക്റ്റായിട്ട് തന്നെ ഉള്ളത്, സെൻറ്റർ പീസുമായിട്ട് കണക്റ്റായിട്ട് തന്നെ ഉള്ളത്. ഇത് ഫ്രണ്ടിലേക്ക് തിരിച്ച് വെച്ച് ആൽഗോരിതം അപ്ലൈ ചെയ്യാം. R-U-R. അപ്പോൾ ഇവിടെയും കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത കോർണർ പീസും ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം L-U-L. അപ്പോൾ ഇത് നേരായി വന്നിട്ടുണ്ട്. ഇനി സെൻറ്റർ പീസുമായി കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അൽഗോരിതം അപ്ലൈ ചെയ്യാം. R-U-R. അപ്പം ഇതുവരെയുള്ള എല്ലാതും നമുക്ക് ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ എല്ലാവരും പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു T ഷേപ്പ് മാതിരി നമുക്ക് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്. സെക്കൻഡ് പാർട്ടുമായി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.